Hi students, so once again I welcome all of you on behalf of Rigi and PSK online classes. നോക്കൂ, കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾക്ക് മുന്നേ കുട്ടികൾക്കുണ്ടായ ചില ഡൗട്ടുകളുണ്ട്. അതായത് ഒന്ന്, സർ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഷെല്ലല്ലേ ഉള്ളൂ, then how will be able to calculate സെക്കൻഡ് ആൻഡ് തേർഡ് ഓർബിറ്റ്? അപ്പം അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ വന്നു. കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹൈഡ്രജന് ലൈക്ക് എനി അതർ ആറ്റം ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ്. അത് ഹൈഡ്രജൻ എന്നല്ല, ഏതൊരു ആറ്റം നിങ്ങൾ കൺസിഡർ ചെയ്താലും അതിനെന്തുണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇനി ആ ഒരു കൺസെപ്റ്റ്, കാരണം പിന്നെ നിങ്ങൾ ഓർക്കുന്നത് ഹൈഡ്രജന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ എവിടെയാണുള്ളത്? ഫസ്റ്റ് ഷെല്ലിനാണുള്ളത്. അല്ലാതെ ഒരിക്കലും ഹൈഡ്രജൻ ഒരു ഷെല്ലേ ഉള്ളൂ എന്നല്ല, ഹൈഡ്രജന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് ഫസ്റ്റ് ഷെല്ലിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ബട്ട് ലൈക്ക് എനി അതർ ആറ്റം, ഹൈഡ്രജൻ ഓൾസോ ഹാസ് എ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ്. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ എമിഷൻ സ്പെക്ട്രം, അതുപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രം, തീർച്ചയായിട്ടും ഇതൊരു ഇമാജിൻ ആയിട്ടുള്ള എന്താണ് ഒരു തിങ് ആണ്. അപ്പോൾ ദർ വിൽ ബി സം കൺഫ്യൂഷൻ. അപ്പോൾ അത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഓക്കെ ഓൾ ഓഫ് യു, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ എന്താണ് എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ ബോർഡിൽ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിനെ ഒന്ന് മനസ്സിലാക്കാം. എല്ലാവരും നോക്കുക എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സണ്ണാണ്, ഇസൻ ഇറ്റ്? നിങ്ങൾക്കറിയാം സണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സണ്ണിൽ നിന്നും എല്ലാ തരത്തിലുള്ള റേഡിയേഷനും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ സൺ, ആൻഡ് യു നോ ദാറ്റ് ഓൾ ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആർ കമ്മിങ് ഔട്ട് ഫ്രം സൺ. അപ്പോൾ അങ്ങനെ വരുന്ന ആ സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ നമ്മളൊരു പ്രിസത്തിലൂടെ അല്ലെങ്കിൽ സ്പെക്ട്രോമീറ്ററിലൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്പെക്ട്രം, യു ക്യാൻ സീ ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ continuous spectrum here. You can see that you are getting a continuous spectrum here. So in this case you can see that you are getting a continuous spectrum, and definitely you please try to understand. അപ്പോൾ നമുക്കിവിടെ കിട്ടിയതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടിയെന്ന് ചോദിച്ചാൽ, സൺ is a source of all kind of electromagnetic radiation. അപ്പോൾ ആ റേഡിയേഷനെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിസത്തിലൂടെ കടത്തിവിട്ടു, ഇസൻ ഇറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ പ്രിസത്തിലൂടെ കടത്തിവിട്ടത് അല്ലെങ്കിൽ സ്പെക്ട്രോമീറ്റർ വെച്ച് അനലൈസ് ചെയ്തത് ഏത് ലൈറ്റാണ്? ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം സൺലൈറ്റ് ഈസ് ഡയറക്ട്ലി അനലൈസ്ഡ്. സോ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്തത് ഒരു എമിറ്റഡ് ലൈറ്റാണ്. അപ്പോൾ ഒരു എമിറ്റഡ് ലൈറ്റിൻ്റെ സ്പെക്ട്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് എമിഷൻ സ്പെക്ട്രം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് ഒരു എമിഷൻ സ്പെക്ട്രമാണ്. വൈ ദിസ് ഈസ് കോൾഡ് ആസ് ആൻ എമിഷൻ സ്പെക്ട്രം? ബിക്കോസ് വി ഹാവ് ഗോട്ട് ദി സ്പെക്ട്രം ബൈ അനലൈസിങ് ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം സൺ. ഓക്കെ, സോ വൈ വി ആർ കോളിംഗ് ദിസ് ആസ് എമിഷൻ സ്പെക്ട്രം? ബിക്കോസ് വി ഗോട്ട് ദി സ്പെക്ട്രം ബൈ അനലൈസിങ് ദി എമിറ്റഡ് ലൈറ്റ് ഡയറക്ട്ലി ഫ്രം സൺ. അപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്ത് ആ സ്പെക്ട്രം കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എമിഷൻ സ്പെക്ട്രം. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസസ് നമുക്ക് നോക്കാം. സീ ടു ദാറ്റ്. ഇവിടെ നമ്മുടെ സണ്ണാണ്, ഇസൻ ഇറ്റ്? അപ്പോൾ ഈ സണ്ണിൽ നിന്നും ലൈറ്റ് വരുന്നു, ഇസൻ ഇറ്റ്? ഈ ലൈറ്റ് ഏതിലൂടെ കടന്നു പോകുമെന്ന് ചോദിച്ചാൽ കുട്ടികളെല്ലാവരും നോക്കൂ, ഇറ്റ് പാസ് ത്രൂ ഓസോൺ ലെയർ. ഏതിലൂടെ കടന്നു പോവുകയാണ്? ഓസോൺ ലെയറിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഓസോൺ ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓസോൺ ലെയർ ഹാസ് ദി എബിലിറ്റി ടു അബ്സോർബ് യു വി ലൈറ്റ്. അപ്പോൾ ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓസോൺ ലെയർ നമ്മുടെ സൺലൈറ്റിലുള്ള യു വി ലൈറ്റിനെ അങ്ങ് അബ്സോർബ് ചെയ്യുന്നു, ഇസൻ ഇറ്റ്? അപ്പോൾ ഈ വരുന്ന ലൈറ്റിനെ നമ്മൾ പ്രിസത്തിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഈ വരുന്ന ലൈറ്റ് ഡയറക്റ്റ് എമിറ്റ് ചെയ്ത് വന്നതാണോ? അല്ല. ഈ പറയുന്ന ലൈറ്റ് ഓസോൺ ലെയറിലൂടെ കടന്നു വന്നതാണ്. അപ്പോൾ ഓസോൺ ലെയർ കുറച്ച് ലൈറ്റിനെ അബ്സോർബ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ അനലൈസിന് വിധേയമാക്കുന്ന ലൈറ്റ്, ഇറ്റ് ഈസ് കമ്മിങ് ആഫ്റ്റർ അബ്സോർപ്ഷൻ.
സോ ദ സ്പെക്ട്രം നോക്കൂ, ഇവിടെ നമുക്കറിയാം ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇസൻ ഇറ്റ്? വൈ ദിസ് ഗ്യാപ്പ്? ആ ഗ്യാപ്പിന് ആനുപാതികമായ ലൈറ്റ് എന്ന് പറയുന്നത് യു വി ലൈറ്റാണ്. അത് ആരങ്ങ് അബ്സോർബ് ചെയ്തു? ഓസോൺ ലെയർ അങ്ങ് അബ്സോർബ് ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ സ്പെക്ട്രത്തിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം അവിടെ ഒരു വിടവ് കാണുന്നുണ്ട്, ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ലൈറ്റ് ഇല്ല. ആ ലൈറ്റ് അബ്സോർബ് ചെയ്തു? ഓസോൺ ലെയർ അബ്സോർബ് ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ സ്പെക്ട്രത്തെ നമ്മൾ എന്ത് പേര് വിളിക്കും? വെദർ വി കോൾ ദിസ് ആസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓർ എമിഷൻ സ്പെക്ട്രം? തീർച്ചയായും കുട്ടികളെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിച്ചു? ബിക്കോസ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്ത ലൈറ്റ് അബ്സോർപ്ഷൻ കഴിഞ്ഞു വന്ന ലൈറ്റാണ്. സോ ഐ കോൾ ദിസ് ആസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. So what I can call for first one is called as emission spectrum. First one is called as emission spectrum and the second one is called as absorption spectrum. അപ്പോൾ രണ്ടാമത്തെ ആളെ നമ്മൾ വിളിച്ച പേര് absorption spectrum. Similarly in this case what we'll call it again? നോക്കൂ, വീണ്ടും നമുക്ക് മൂന്നാമത്തതിനെയും we can call it as absorption spectrum. Why we can call it as absorption spectrum? നോക്കൂ കുട്ടികളെ, ഇവിടെ ആദ്യം നമുക്ക് സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റിൽ വരുന്ന റേഡിയേഷൻ എവിടെ വീഴുകയാണ്? ഒരു ലീഫിൽ വീഴുകയാണ്. ആ ലീഫ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്ലോറോഫിൽ കുറച്ച് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ലൈറ്റാണ് നമ്മുടെ പ്രിസത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കടന്നു പോകുന്ന ലൈറ്റ് അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ടാണ്. ഇസൻ ഇറ്റ്? അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ടായതുകൊണ്ട് we can call this also as absorption spectrum. So this is also absorption spectrum and this is also absorption spectrum. Here you can see that there is a gap, isn't it? അവിടെ light ഇല്ല. What happened to that gap? That light corresponds to that gap is absorbed by our leaf, isn't it? അപ്പോൾ എമിറ്റ് ചെയ്ത ലൈറ്റിനെ ഡയറക്റ്റ്ലി നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രത്തെ നമ്മൾ വിളിക്കുന്ന പേര് എമിഷൻ സ്പെക്ട്രം, ഇസന്റ് ഇറ്റ്? അതല്ല, അബ്സോർപ്ഷൻ കഴിഞ്ഞു വരുന്ന ലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്താൽ കിട്ടുന്നതിന് നമ്മൾ പറയുന്നു അബ്സോർപ്ഷൻ സ്പെക്ട്രം, ഇസന്റ് ഇറ്റ്? ഐ ഹോപ്പ് ദാറ്റ് all of you understood what is the term by absorption spectrum and emission spectrum. But students, try to understand. Actually, we want to talk about hydrogen spectrum. But prior to that, we need to know what is atomic emission spectrum and atomic absorption spectrum. അപ്പോൾ നമ്മൾ ഇനി അതിലേക്കാണ് പോകുന്നത്, isn't it? So നോക്കൂ, ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്നതിൽ. എമിറ്റഡ് ലൈറ്റിനെ if you analyze, that is called emission spectrum. But if you analyze absorbed light, that is called absorption spectrum. And now we need to connect all these terms. നോക്കൂ, throughout the entire spectrum what we studied, we are familiar with a lot of terms. Like, you know, we have a continuous spectrum, we have a discontinuous spectrum, isn't it? അതുപോലെ തന്നെ നമ്മൾ ലൈൻ സ്പെക്ട്രം, ബാൻഡ് സ്പെക്ട്രം, isn't it? പിന്നെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടേംസ് നമ്മൾ പഠിച്ചു. ആൻഡ് അറ്റ് ദ എൻഡ് എമിഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി നമ്മൾ ഈ ടേമിനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ആറ്റവുമായി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ all of you? So let's go ahead with that. Okay students, now see ഇവിടെ നമുക്കുള്ളത് ഒരു ആറ്റമാണ്. And here you can see that at the center we have a nucleus. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും we know that here we have a K shell and here you can see that L shell and we have electrons there. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ബോറിൻ്റെ കൺസെപ്റ്റ് പ്രകാരം, see if this electron revolves in this particular orbit, there is no loss or gain of energy. But when it jumps from one orbit to another, there will be loss or energy. See to that. Here, when this electron is revolving, see, it is coming down, going up. See to that. See to this diagram. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. See, initially you can see that ഇലക്ട്രോൺ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എനർജി റിലീസ് ചെയ്തു. അപ്പോൾ ഈ റിലീസിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എമിഷൻ എന്നാണ് പറയുക.
ഓക്കെ, അപ്പോൾ ഒന്നോട് ശ്രദ്ധിക്കുക. ഇനിഷ്യലി നിങ്ങൾ കണ്ടു ഇലക്ട്രോൺ ഇവിടെയായിരുന്നു, ഇവിടുന്ന് താഴേക്ക് വന്നു. സോ എനർജി ഈസ് ഗെറ്റിംഗ് റിലീസ്ഡ്. സോ എനർജി റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്നത് എമിഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ എമിറ്റ് ചെയ്തു? ലൈറ്റ് എമിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് എമിറ്റ് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ കീപ്പ് വൺ പ്രിസം ഹിയർ. അപ്പോൾ അങ്ങനെ ഒരു പ്രിസം നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സ്പെക്ട്രം അവിടെ കിട്ടും. അപ്പോൾ ഈ സ്പെക്ട്രത്തെ നമ്മൾ എന്ത് വിളിക്കണം? എമിഷൻ അല്ലെങ്കിൽ എമിറ്റഡ് ലൈറ്റിനെയാണ് നമ്മൾ അനലൈസ് ചെയ്തത്. എമിറ്റഡ് ലൈറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രത്തെ നമ്മൾ വിളിക്കേണ്ട പേര് എമിഷൻ സ്പെക്ട്രം. അത് എവിടെയാണ് നടക്കുന്നത്? ആറ്റത്തിൻ്റെ കേസിലാണ് നടക്കുന്നത്. അങ്ങനെ ആറ്റത്തിൻ്റെ കേസിൽ നടക്കുന്ന എമിഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ അനലൈസ് ചെയ്ത സ്പെക്ട്രം ആയതുകൊണ്ട് നമുക്കിതിന് പേര് വിളിക്കാം അറ്റോമിക് എമിഷൻ സ്പെക്ട്രം. We can call for this atomic emission spectrum. Similarly, നോക്കൂ, ഇപ്പോൾ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ആൻഡ് നൗ ഇറ്റ് ഈസ് അബ്സോർബിങ് എനർജി. സോ വെനോർ ഇറ്റ് അബ്സോർബ് എനർജി, ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് ഇതെന്ത് ചെയ്യും? ഇവിടുന്ന് ഹയർ ലെവലിലേക്ക് പോകും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? അബ്സോർപ്ഷന് സംഭവിക്കാം. സോ സീ ടു ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എമിഷനെ പോലെ തന്നെ ഹിയർ വാട്ട് ഈസ് പോസിബിൾ? സോ എമിഷൻ ഹാപ്പൻ, അബ്സോർപ്ഷൻ ഹാപ്പൻ. See again emission happen, absorption happen, isn't it? അപ്പോൾ ഇത്തരത്തിൽ എമിഷനും അബ്സോർപ്ഷനും എവിടെ പോസിബിൾ ആണ്? ഇൻ കേസ് ഓഫ് ആറ്റംസ് പോസിബിൾ ആണ്, isn't it? അപ്പോൾ try to understand, ആറ്റംസിൽ നമുക്കറിയാം ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എന്തിന് വിധേയമാകുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് കേശലാണെന്ന് വിചാരിക്കുക. ലെറ്റ്സ് കൺസിഡർ ദിസ് എസ് കേശൽ. അപ്പോൾ ഈ കേശലിരിക്കുന്ന ഇലക്ട്രോൺ, isn't it? It can jump to the higher levels, isn't it? അപ്പോൾ അതുപോലെ തന്നെ മുകളിലിരിക്കുന്ന ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാം? താഴേക്കും വരാം. സോ ദേ ക്യാൻ എക്സൈറ്റ് ടു ദ ഹയർ സ്റ്റേറ്റ് ഓർ ദേ ക്യാൻ കം ബാക്ക്, isn't it? അപ്പോൾ അവിടെ എനർജി അബ്സോർബ് ചെയ്യുകയോ അതുപോലെ തന്നെ എമിറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ആ എമിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത ലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എമിഷൻ സ്പെക്ട്ര ഓർ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ ടു ദാറ്റ്. So what we call for this emission spectra or absorption spectra. Here again we can see to that. One electron is present here. See, one electron is present here. Now electron jumped up. Electron jumped up, isn't it? Now see, ഇത് എനർജി എമിറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നു. So emission happened, isn't it? Now see, one energy is going, but that energy ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള എനർജി അല്ല, അതുകൊണ്ട് ഇവിടെ എക്സൈറ്റേഷൻ നടന്നില്ല, isn't it? നോക്കൂ, പ്രോപ്പർ ആയിട്ടുള്ള എനർജി വരുമ്പോൾ നോക്കൂ, അടുത്തത് പ്രോപ്പർ എനർജി വരുന്നു. യു ക്യാൻ സീ ദാറ്റ് whenever it get a proper energy it will get excited. Let's see. So it get excited to higher energy level, isn't it? അപ്പോൾ ഏതൊരു ആറ്റവും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്ത് സംഭവിക്കും? അബ്സോർപ്ഷൻ നടക്കും, അതുപോലെ തന്നെ എമിഷനും നടക്കും. So now let us come to this in detail. See here, actually ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു വീഡിയോ റെപ്രസെൻറ്റേഷൻ ആണ്, പക്ഷെ ഇവിടെ ഞാൻ തന്നെ വരച്ച് നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ നോക്കുക. അതായത് നമ്മളിവിടെ ഒരു ആറ്റം കൺസിഡർ ചെയ്തു. ആൻഡ് യു നോ ദിസ് ഈസ് കെ ഷെൽ, ഇത് എൽ ഷെൽ ആൻഡ് ഇത് എം ഷെൽ. ഇനിഷ്യലി നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഓക്കെ, കെ ഷെല്ലിലാണ്. അപ്പോൾ ഈ കെ ഷെല്ലിൽ നിന്ന് ഇത് എവിടേക്ക് പോകുന്നു? എൽ ഷെല്ലിലേക്ക് പോയി. കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലേക്ക് അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് പോകുന്നതിന് നമ്മൾ പറയുന്നത് എക്സൈറ്റേഷൻ ആണെന്ന്, isn't it? അങ്ങനെ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് അബ്സോർബ് ലൈറ്റ്. സോ ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് ഇറ്റ് അബ്സോർബ് ലൈറ്റ്. ഇറ്റ് അബ്സോർബ് ലൈറ്റ്. സിമിലർലി നേരെ തിരിച്ച് ഇപ്പോൾ എൽ ഷെല്ലിലെ ഇലക്ട്രോൺ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു കെ ഷെൽ. അതിന് നമ്മൾ പറയുന്ന വാക്ക് റിലാക്സേഷൻ എന്നാണ്, isn't it? റിലാക്സേഷൻ നടക്കുമ്പോൾ കുട്ടികളെ നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നോക്കൂ, കെ ഷെല്ലിലാണ് ഏറ്റവും എനർജി കുറവുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ എൽ ഷെല്ലിരിക്കുകയാണ്, isn't it? അപ്പോൾ എൽ ഷെല്ലിൽ നിന്ന് തിരിച്ച് ഇത് എങ്ങോട്ടേക്ക് വരികയാണ്? കെയിലേക്ക് വരികയല്ലേ? അപ്പോൾ എൽ ഷെല്ലിൽ നിന്ന് കെയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? എനർജി അവിടെ ലൂസ് ചെയ്യണം, എനർജി എമിറ്റ് ചെയ്യണം. അപ്പോൾ ഹിയർ യു ക്യാൻ സീ ദാറ്റ് എനർജി ഈസ് ഗെറ്റിംഗ് എമിറ്റഡ്.
So in this process you can see that energy is emitted. So here you can see that energy is emitted, isn't it? അപ്പോൾ ഇവിടെ നമുക്ക് അബ്സോർബ്ഡ് ലൈറ്റ് ഉണ്ട്, ഇവിടെ എമിറ്റഡ് ലൈറ്റ് ഉണ്ട്. അബ്സോർബ്ഡ് ലൈറ്റിനെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടുന്നു. എമിറ്റഡ് ലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എമിഷൻ സ്പെക്ട്രം കിട്ടുന്നു. നോക്കൂ ഇവിടെ, ലിസൺ ഓൾ ഓഫ് യു പ്ലീസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടു സാധാരണ ഒരു ആറ്റം, ഇസന്റ് ഇറ്റ്, അതിൽ കെ ഷെല്ലാണ് ഇലക്ട്രോൺ ഉള്ളത്. അയാൾ എൽ ഷെല്ലിലേക്ക് പോയപ്പോൾ അതിന് നമ്മൾ വിളിച്ച പേര് എക്സൈറ്റേഷൻ. അതിന് എന്ത് വേണം? എനർജി കൂടുതൽ വേണം. സോ ഇറ്റ് അബ്സോർബ് ലൈറ്റ്, ഇറ്റ് അബ്സോർബ് എനർജി, ഇസന്റ് ഇറ്റ്. ആൻഡ് നൗ എൽ ഷെല്ലിൽ നിന്നും അത് കെ ഷെല്ലിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? വി കോൾ ദിസ് പ്രോസസ് ആസ് റിലാക്സേഷൻ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? എനർജി ഈസ് ഗെറ്റിംഗ് എമിറ്റഡ്. ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെയും ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെയും നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us അനലൈസ് ഹൗ ആൻ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒബ്സർവ് ആൻഡ് ഹൗ ആൻ അറ്റോമിക് എമിഷൻ സ്പെക്ട്രം ഒബ്സർവ്. അതാണ് നമ്മൾ അടുത്തതായി കാണേണ്ടത്. ഓക്കെ ഓൾ ഓഫ് യു, ലെറ്റ്സ് സീ ടു ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആറ്റത്തിനുള്ളിൽ എന്തുണ്ട്? എമിഷൻ ഉണ്ട്, അതുപോലെ അബ്സോർപ്ഷൻ ഉണ്ട്. നോക്കൂ എല്ലാവരും, ഇവിടെ നമ്മുടെ സൺലൈറ്റ്, അതിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? ലൈറ്റ് വരികയാണ്. അപ്പോൾ ആ ലൈറ്റിനെ നമ്മളിവിടെ ഒരു പ്രിസം വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇയാളുടെ സ്പെക്ട്രം കിട്ടി. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. അത് ഡയറക്റ്റ് സണ്ണിൽ നിന്നുള്ളതാണ്. ആ ലൈറ്റ് എവിടെ വീഴുകയാണ്? ആറ്റത്തിലെ ഇലക്ട്രോണിൽ വീഴുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കുറച്ച് എനർജി ഉപയോഗിക്കും, ഇസന്റ് ഇറ്റ്. ബാക്കി എനർജി എന്ത് ചെയ്യും? അത് എമിറ്റ് ചെയ്യും. അപ്പോൾ ആ കിട്ടിയ ലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ യു ക്യാൻ സീ ദാറ്റ് യു ഗോട്ട് ദ സ്പെക്ട്രം ഹിയർ. ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. വൈ ദിസ് ഗ്യാപ്പ്? എന്തുകൊണ്ട് ഈ ഗ്യാപ്പ് നമുക്കവിടെ കിട്ടി? തീർച്ചയായിട്ടും കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തുകൊണ്ട് അയാൾ എക്സൈറ്റേഷന് വിധേയമായി. റൈറ്റ് നൗ ഇലക്ട്രോൺ ഈസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇസന്റ് ഇറ്റ്? സോ റൈറ്റ് നൗ ഇലക്ട്രോൺ ഈസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ കിട്ടിയ ഈ സ്പെക്ട്രത്തെ നമ്മൾ വിളിക്കുന്നത് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ഇയാളെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിച്ചു? നോക്കൂ എല്ലാവരും, വൺസ് അഗെയിൻ, ലൈറ്റ് വന്നു സണ്ണിൽ നിന്നും. ആ ലൈറ്റിനെ ഇനിഷ്യലി അനലൈസ് ചെയ്തപ്പോൾ അതൊരു കണ്ടിന്യൂസ് വൺ ആയിരുന്നു. എന്നാൽ അത് ഇലക്ട്രോണിൽ പതിച്ചപ്പോൾ ഇലക്ട്രോൺ അബ്സോർബ്ഡ് സം എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദ റിമൈനിങ് ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്, ഇസന്റ് ഇറ്റ്? ആ ലൈറ്റ്, ആ റിഫ്ലക്ട് ചെയ്ത ലൈറ്റിനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്തപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നു. എന്തു പറ്റി ആ ഗ്യാപ്പ്? വൈ ദാറ്റ് ഗ്യാപ്പ് ഈസ് ഒബ്സർവ്ഡ്? The energy corresponds to that gap is absorbed by atom, isn't it? അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേര് atomic absorption spectrum. See to that, what we'll call for this? We are calling this as atomic absorption spectrum. So atomic absorption spectrum. And now electron is in L shell. നമുക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികളെ, എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രോൺ നമുക്കുണ്ടെങ്കിൽ അയാൾ ഇരിക്കേണ്ടത് അയാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, ഒരിക്കലും ഹയർ ലെവലിലല്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ സം ടൈം ഇറ്റ് നീഡ് ടു കം ബാക്ക് ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിലാക്സേഷൻ. നോക്കൂ, ഇയാൾ തിരിച്ച് ഈ ലെവലിലേക്ക് വരാൻ പോവുകയാണ്. സി വെനെവർ ഈസ് കമ്മിങ് ബാക്ക്, ഈസ് കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. സോ വെൻ ഈസ് കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, whatever the energy he absorbed earlier, it should come out. Whatever the energy absorbed earlier, it will come out. And that energy, when we analyze through a prism or spectrometer, you can see that you will be getting as a band. Only one band, isn't it? So you will be getting only one band. What is that band? ഇവിടെ നമുക്ക് നേരത്തെ മിസ്സായ ലൈറ്റാണ് ആ കാണുന്ന ലൈറ്റ്,
ഓക്കെ, സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ആൾ നമ്മൾ വിളിച്ചത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ്. എന്നാൽ രണ്ടാമത് നമ്മൾ വിളിക്കുന്ന പേര് അറ്റോമിക് എമിഷൻ സ്പെക്ട്രം. സോ വാട്ട് വി കോൾ ഫോർ ദിസ്, ടെൽ മീ ഓൾ ഓഫ് യു, atomic emission spectrum. Okay, so what we say for this, atomic emission spectrum. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം, എന്താണ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രം എന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒന്നും കൂടെ ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കൂ കുട്ടികളെ. സോ ഇനിഷ്യലി നമുക്കുള്ളത് സൺലൈറ്റ്, ഇസ്ന്റ് ഇറ്റ്? ഈ സൺലൈറ്റിൽ നിന്നും ആര് വരികയാണ്? ലൈറ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇയാളൊന്ന് നോക്കി ഈ ലൈറ്റിനെ, അപ്പോൾ നമുക്ക് കിട്ടിയത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലൈറ്റും അവിടെയുണ്ട്. ബട്ട് വെൻ ഇറ്റ് ഫോൾസ് ഓൺ ഇലക്ട്രോൺ ഇതിൽ കുറച്ച് എനർജി അബ്സോർബ് ചെയ്തു, ഇസ്ന്റ് ഇറ്റ്? ബാക്കിയുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഒബ്സർവ് ചെയ്തു, ഇസ്ന്റ് ഇറ്റ്? ആ സ്പെക്ട്രത്തിലുള്ള ഗ്യാപ്പ് തീർച്ചയായിട്ടും നമുക്കറിയാം, ആ ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഇവിടെയുള്ള ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തു. Okay, what we call for that, atomic absorption spectra. Now, after some time, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? തിരിച്ചു വരുമ്പോൾ അയാൾ നേരത്തെ വാങ്ങി എനർജി റിലീസ് ചെയ്യണം. അപ്പോൾ റിലീസ് ചെയ്യുന്നു, ഒറ്റ എനർജിയുള്ളൂ റിലീസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈൻ അവിടെ കിട്ടും. ഇഫ് യു ഹാവ് 2 radiations, you will get 2 lines. If you have 3 radiations, you will get 3 lines, isn't it? അപ്പോൾ അവിടെ നമുക്കൊരു ലൈൻ കിട്ടി. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ഗോട്ട് അറ്റോമിക് എമിഷൻ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ അറ്റോമിക് എമിഷൻ സ്പെക്ട്രം എന്താണ്, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇത് ഞാൻ വരച്ചപ്പോൾ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, ബട്ട് കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൻ്റെ യഥാർത്ഥ അപ്പിയറൻസ്. നോക്കൂ, ഇവിടെ ചില ഡാർക്ക് അപ്പിയറൻസ് കാണാം. ഈ ഡാർക്ക് അപ്പിയറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഡാർക്ക് ബാൻഡ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. എന്നാൽ എമിഷൻ സ്പെക്ട്രത്തിൽ മീൻസ് കുറച്ച് കഴിഞ്ഞ് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. നോക്കൂ, ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് നേരത്തെ എനർജി നഷ്ടപ്പെട്ടത് അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? കളേർഡ് ബാൻഡ്സ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അപ്പിയറൻസ് നോക്കുക. ഇയാൾ അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്, ഇത് എമിഷൻ സ്പെക്ട്രമാണ്. So what is the difference in appearance of absorption spectrum and emission spectrum? Emission spectrum you can observe like, നോക്കൂ എല്ലാവരും, വളരെ ഡാർക്ക് ആയിട്ടുള്ള പ്രതലത്തിൽ 2-3 കളേർഡ് ലൈൻസ് അല്ലേ, അതല്ലേ എമിഷൻ സ്പെക്ട്രം? വളരെ ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ 2-3 സ്പെക്ട്രൽ ലൈൻസ്, ഓക്കെ, കളേർഡ് ലൈൻസ്. എന്നാൽ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ മൊത്തം കളേർഡ് ബാക്ക്ഗ്രൗണ്ടിൽ 2-3 ലൈറ്റ് ഇല്ല. ഓക്കെ, വിച്ച് വൺ ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വിച്ച് ഈസ് ഈസി ടു അനലൈസ്? വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ? നമുക്ക് നോക്കാം കുട്ടികളെ. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഉത്സവ പറമ്പിൽ പോവുകയാണ്, ഇസ്ന്റ് ഇറ്റ്? അവിടെ മൊത്തം കുറേ ലൈറ്റ്സ് കത്തിച്ചു വെച്ചേക്കാണ്, മൊത്തം ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതിലൊരു ലൈറ്റ് വീസായി. ചിലപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റുള്ള ലൈറ്റുകളുടെ തിളക്കത്തിൽ വി വോണ്ട് ബി ഏബിൾ ടു സീ ദാറ്റ്. എന്നാൽ വളരെ കുറ്റാക്കുറ്റിരിട്ട്, ഇസ്ന്റ് ഇറ്റ്? ഒരു വയലിൻ്റെ നടുക്ക് ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്നു, ഇസ്ന്റ് ഇറ്റ്? അറ്റ് എനി കോസ്റ്റ് ആ ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രകാശം നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലേക്ക് വരും. അതുപോലെയാണ് ഇവിടെയും. നോക്കൂ എല്ലാവരും, ഇവിടെ വളരെ കൂരിട്ട്, ഇസ്ന്റ് ഇറ്റ്? 1-2 ട്യൂബ്സ് അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. സോ വി ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ ദാറ്റ് വെരി ക്ലിയർലി. എന്നാൽ ഇവിടെ മൊത്തം ലൈറ്റ് കത്തിച്ചു വെച്ചേക്കുകയാണ്, എന്നാൽ 2-3 ആൾക്കാരെ കാണാനില്ല. വി മെ നോട്ട് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഈസിലി. അപ്പോൾ വി ആർ ഗിവിങ് മോർ പ്രയോറിറ്റി നോട്ട് ഫോർ അബ്സോർപ്ഷൻ സ്പെക്ട്രം ബട്ട് ഫോർ എമിഷൻ സ്പെക്ട്രം. ഇൻ ഫാക്ട് നമ്മൾ ഓരോ ആറ്റത്തിനെ എടുക്കുമ്പോഴും അവിടെയുള്ള ആ സ്പെക്ട്രം, അതുപോലെ ലൈൻസ്, ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ലൈൻ ഇവിടെയാണ് എന്ന് വിചാരിച്ച് വേറൊരു ആറ്റം എടുക്കുമ്പോൾ ആ ലൈൻ അവിടെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇസ്ന്റ് ഇറ്റ്? സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് എമിഷൻ സ്പെക്ട്രം ഓരോ തരത്തിൽ ഡിഫറൻ്റ് ആണ്. ഇൻ ഫാക്ട് വി ക്യാൻ സേ ദാറ്റ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രം ഈസ് എ ഫിംഗർ പ്രിൻ്റ് ഓഫ് ആറ്റം. ആ ഒരു അറ്റോമിക് എമിഷൻ സ്പെക്ട്രം നോക്കി അതിലേത് ലൈനാണ് മിസ്സിംഗ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് ആറ്റമാണെന്ന്. സോ പ്ലീസ് നോട്ട് ദാറ്റ്
atomic emission spectrum for each atoms are entirely different. So we call atomic emission spectrum as fingerprint of atoms. ഈ അറ്റോമിക് എമിഷൻ സ്പെക്ട്രം മാത്രമല്ല, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം അതുപോലെ തന്നെ നമുക്ക് പറയാം. പക്ഷേ ഏതാണ് വളരെ ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ളത്? അറ്റോമിക് എമിഷൻ സ്പെക്ട്രമാണ്. Okay, all of you. So please note the point. How about the appearance of atomic absorption spectrum and atomic emission spectrum? Isn't it? Atomic emission spectrum observed as colored lines in dark background. And what about absorption spectrum? Dark bands in colored background, isn't it? Which is easy to understand easily. First one. So atomic emission spectrum is called as fingerprint of atoms, and each atoms have a different type of atomic emission spectrum, isn't it? So try to understand. This is regarding atomic emission spectrum and atomic absorption spectrum. Okay, definitely in next session namukku nokkandadu how about hydrogen spectrum, isn't it? So this is what our next discussion. Okay, all of you, hope that all of you understand to some extent. Okay, thank you then. See you next class.